പിശാചിനെ പൂജിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പിശാചിനോട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു സിഹിറുണ്ട്. ആ സിഹിർ ഫലിക്കുമോ ഇല്ലയോ? അത് നിങ്ങൾ പറഞ്ഞു ഫലിക്കുമെന്ന്. നിങ്ങൾ മുശ്രിക്കായി മാറും. അത് ഫലിക്കില്ല. അങ്ങനെ ഫലിക്കും എന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ സിഹിർ ചെയ്യുന്നത്? അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ടാവാം. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരും പ്രത്യേകിച്ചും മഹാനായ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ തന്റെ മജ്മൂ കിതാബ് തൗഹീദിന്റെ ശറഹിൽ ഖൗലുൽ മുഫീദിൽ പറയുന്നു, ഹാദാ ലാ യതനാവലു ജമീഅ അസ്സിഹർ ഇന്നമൽ മുറാദു മൻ സഹറ ബിത്തുറുഖി ശൈത്താനിയ. ഇത് എല്ലാ സിഹിറിനെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് പൈശാചികമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ സിഹിർ ചെയ്തുവെങ്കിൽ ആ പിശാചിനോട് സഹായം തേടി പിശാചിന്റെ സഹായത്താൽ ചെയ്യുന്ന സിഹിറാണ് ശിർക്കായി തീരുന്നത്. പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ സിഹിർ ചെയ്തുവെങ്കിൽ ആ പിശാചിനോട് സഹായം തേടി പിശാചിന്റെ സഹായത്താൽ ചെയ്യുന്ന സിഹിറാണ് ശിർക്കായി തീരുന്നത്. പിശാചിനോട് പ്രാർത്ഥിച്ചാൽ, പിശാചിനെ പൂജിച്ചാൽ, പിശാചിനോട് നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളതൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നൊക്കെ പിശാചിനോട് നിങ്ങൾ തേടിയാൽ അതിന് ഉത്തരം കിട്ടില്ല. അങ്ങനെ പിശാച് ഉപദ്രവിക്കും. അവനോട് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങനെയാണ് സിഹിർ ഫലിക്കുന്നത് എന്ന് ലോകത്തൊരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സിഹിർ ചെയ്യുന്ന ഒരു സാഹിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ സിഹിർ ചെയ്യണമെങ്കിൽ പിശാചുക്കളുടെ സേവനം വേണം. പിശാചുക്കൾ ഇതുകൊണ്ട് പൂജിക്കും, പിശാചുക്കളെ അവൻ ആരാധിക്കും. പിശാചുക്കളിൽ നിന്ന് സേവനം കിട്ടാൻ പിശാചുക്കൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ഈ ശൈത്താന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു സാഹിർ ശൈത്താനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു സാഹിർ സിഹിർ ചെയ്യുക. ഇവിടുത്തെ ചോദ്യം അതല്ല സെനീറെ, തനിക്ക് ചോദ്യം മനസ്സിലാവാഞ്ഞിട്ടല്ലോ. പിശാചിനോട് തേടിയ ഉത്തരം കിട്ടൂല. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഞാൻ എന്താ ചോദിച്ചത്? ഒരു സാഹിർ പിശാചിനെ പൂജിച്ചു പ്രാർത്ഥിച്ചു ഒരു സാഹിർ, അതിന് പിശാചി ഏതെങ്കിലും രീതിയിൽ അവൻ ഉത്തരം നൽകുമോ? അവനെ സഹായിക്കുമോ? ഇതാണ് ചോദ്യം. എന്തിനു വേണ്ടി? ഏത് ആളെയാണോ അവൻ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം, അല്ലെങ്കിൽ അവനക്കൊരു ശാരീരിക അസുഖം, അല്ലെങ്കിൽ അവനക്കൊരു ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ അവന്റെ സ്വത്തിൽ നഷ്ടം, ഇത് ഏതെങ്കിലും വരുത്താൻ ഈ പിശാചിന് കഴിയുമോ? ഏത് പിശാചിന്? ഈ സാഹിർ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഊഹത്തിൽ ഒരു പിശാചിനെ. എന്നിട്ട് ആ പിശാചി ഇവന് വേണ്ടി, ഈ സാഹിറിന് വേണ്ടി അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏതെങ്കിലും രീതിയിൽ ചെയ്തു കൊടുക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു. അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല.